ആറ്റിങ് എങ്ങനെ തിരിച്ചു വരാനോ നീ എന്തോ ഈ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പൊ മണി എത്ര എന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്ക്. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് മുകേഷും അശ്വതിയും തമ്മിലുള്ള സംഭാഷണമാണ്. നേരത്തെ 2 ഫോൺ സംഭാഷണങ്ങൾ ഞാൻ പുറത്തുവിട്ടിരുന്നു. ആ പുറത്തുവിട്ട ശേഷം എന്നെ പലരും ബന്ധപ്പെട്ടിരുന്നു. അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ പേരൊക്കെ പിന്നീട് ഞാൻ പറയാം. അവർക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ആകാംക്ഷയും അത് സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള ശ്രമവുമെല്ലാം കേട്ടപ്പോൾ എനിക്ക് ചെറിയാണ് വന്നത്. എന്തായാലും ഒരു കാര്യം പൂർണ്ണമായി പറയാം. ഈ മുകേഷ് എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ആഭാസൻ ഈ CPM ചുമന്ന് നടക്കുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ സങ്കടമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ SFIയിലൊക്കെ പ്രവർത്തിക്കുമ്പം നമ്മൾ എത്രമാത്രം ശക്തമായി ഇത്തരം കാര്യങ്ങളെ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു അപശബ്ദം പുറപ്പെടുവിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് അവരെ അത്തരം കാര്യങ്ങളിൽ പിന്തിരിപ്പിക്കുകയോ വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് SFIക്കാരാണ് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും. പ്രകൃതി വിരുദ്ധ നടപടി സമീപനങ്ങളും അതേപോലെ ലൈംഗിക വൈകൃതങ്ങളും അതേപോലെ കെട്ടിയിട്ട് 3-4 പേര് പെൺകുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വളരെ വൾഗറായ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ അടിമകളാണ് പല SFI നേതാക്കന്മാരും എന്ന് കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി. സിദ്ധാർത്ഥൻ്റെ മരണത്തിലുണ്ടായിട്ടുള്ള സംഭവം, സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ടൊരു കൊല്ലമായി. അപ്പം ഇതിനൊക്കെ തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ട നേതാക്കന്മാർ, അതായത് ഈ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട നേതാക്കന്മാർ. പക്ഷേ ഇവരാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുകേഷ് എന്ന സിനിമാ നടൻ, അതേപോലെ ഗണേശ് എന്ന് പറയുന്ന പെൺവേട്ടക്കാരൻ. പെണ്ണ് എവിടെയുണ്ട് അവിടെ ഗണേശനെത്തും. സരിതയിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഇതുവരെ നിഷേധിച്ചില്ല. ഗണേശന് തൃപ്പൂണിത്തുറയിൽ ഒരു CPM നേതാവിൻ്റെ മുമ്പ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്ക് കഥകളി ഒക്കെ ഉണ്ട്. ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു വനിതാ ഓഫീസറിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ എവിടെയൊക്കെ എത്ര കുട്ടിയുണ്ടെന്ന് ഗണേശന് പോലും അറിയില്ല. ഇത്തരമുള്ള ആഭാസന്മാരെയാണ് പിണറായി വിജയൻ മന്ത്രിമാരാക്കി വെച്ചിട്ടുള്ളത്. നമ്മളെ AK ശശീന്ദ്രൻ നോക്കൂ, മുമ്പ് മംഗളത്തിലെ ഒരു സ്ട്രിങ്ങറുമായിട്ട് മദ്യപിച്ച് എന്തെല്ലാം വൃത്തികേടാണ് പറഞ്ഞത്, പച്ചത്തെറിയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി അതുമായിട്ട് നടക്കുകയാണ് പിണറായി വിജയൻ. ഇപ്പം ഗണേശനെ പോലുള്ള ഒരു ആഭാസൻ, അതായത് കൃത്യമായി പിണറായി വിജയൻ്റെ കൈവശമുണ്ട് സരിതാ നായരുമായിട്ടുള്ള ബന്ധവും സരിതാ നായരിലൊരു കുട്ടി ഉണ്ടായതൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്തിന് ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ വേണ്ടി 10 കോടി രൂപ 25 കോടി രൂപ പിണറായി വിജയൻ ചെലവാക്കുന്നത് എങ്ങനെയാണ്? 2016 അധികാരം കിട്ടാൻ വേണ്ടി ഗണേശനും സരിതയും പിണറായി വിജയനും കൂടി പ്ലാൻ ചെയ്ത, ചില പത്രപ്രവർത്തകരും കൂടി പ്ലാൻ ചെയ്ത ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ പത്രക്കാർക്ക് എത്ര എമൗണ്ട് കൊടുത്തു, സരിതയ്ക്ക് എത്ര കൊടുത്തു, പിന്നെ അതിനുശേഷം വന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ശിവരാജൻ കമ്മീഷൻ, അവർക്ക് എത്ര കൊടുത്തു നമുക്കറിയാം. നമുക്ക് അതിലേക്ക് പോകുന്നില്ല, മുകേഷിലേക്ക് വരാം. മുകേഷ് എന്ന നടൻ ആഭാസനാണെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ആഭാസൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയി ഇദ്ദേഹത്തെ പിടിക്കുകയും എക്സ്ട്രാ നടികളോടൊപ്പം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നേരിട്ട് പിടിച്ച് തല്ല് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മക്കൾ എന്ന് പറയുന്നത് സരിതയുടെ മക്കളാണ്. സരിതാ നായരല്ല. സരിതാ നായരുമായിട്ടും മുകേഷിന് ബന്ധമുണ്ടായിരുന്നു. ഈ സരിത എന്ന് പറയുന്ന പ്രശസ്തയായ നടിയെ വീഴ്ത്തി അവസാനം ആ വീട്ടിൽ പല സ്ത്രീകളെയും സിനിമാ നടികളെയും കൊണ്ടുവന്ന് തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയതെന്ന് സരിത പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മേതിൽ ദേവിക ഭാര്യയായിരിക്കുന്ന സമയത്താണ്
ഈ പറയുന്ന അശ്വതിയുമായിട്ടുള്ള കാര്യം നടക്കുന്നത്. അശ്വതി മാത്രമല്ല, എത്രയോ അശ്വതിമാരുമായിട്ട് ഈ മുകേഷിന് ബന്ധമുണ്ട്. അശ്വതിയുടെ ഇടയിൽ ഹാലിളകി കലി തുള്ളിയിട്ടുണ്ടെങ്കിൽ അശ്വതിയെ പറ്റിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്, അതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള അശ്വതിയുമായിട്ട് ഉള്ള ബന്ധം എത്രമാത്രം വൾഗറാണ്, എന്തുമാത്രം ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കടന്ന് ഉരുളുകയാണ്. കാമഭ്രാന്ത് മൂലം തൻ്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി, ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിന് വേണ്ടി ഈ മുകേഷ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഓർക്കണം. അതായത് ഈ 2 തവണ ഞാൻ പബ്ലിഷ് ചെയ്ത ശബ്ദ സംഭാഷണത്തിൽ നിങ്ങൾക്ക് വ്യക്തമാണ്. ഈ 3ാം ശബ്ദ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഞാൻ കാത്തിരിക്കുകയാണ്, എന്താ വരാത്തത്, ഞാൻ എത്ര സമയത്തുള്ളിൽ കാത്തിരുന്നില്ലേ, എന്താ വിളിക്കാത്തത്, ഞാൻ എന്താ ഇവിടെ കുറച്ച് സമയം കൂടെ ഉള്ളൂ, പിന്നെ വാച്ച്മാൻ വരും, വാച്ച്മാൻ എന്നാൽ പിന്നെ എല്ലാം നോക്കി കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആളെ കയറ്റുന്നത്. എറണാകുളത്ത് മരട് ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ ലോക്കൽ ബ്രോക്കർ വഴി, പിമ്പ് വഴി കൊണ്ടുവന്നു. ഒരു അവസാനം പറഞ്ഞ പൈസ കൊടുത്തില്ല. പറഞ്ഞ പൈസ കൊടുക്കാത്തപ്പോൾ എന്തായി, കിട്ടിയ പൈസ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു വെച്ചു. ആ പെൺകുട്ടി പുറത്തുനിന്ന് നാട്ടുകാരെ കൂട്ടി ബഹളം ഉണ്ടാക്കി അവസാനം കൊടുക്കേണ്ട പൈസേൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് മുകേഷ് ആളെ വിട്ടത്. ഇപ്പം നമുക്ക് ഈ സംഭാഷണം ഒന്ന് പൂർണ്ണമായി കേൾക്കാം. ഈ 3ാമത്തെ ശബ്ദ സംഭാഷണം പൂർണ്ണമായി കേൾക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മുകേഷ് എന്ന് പറയുന്ന ഒരു നടൻ എന്താണെന്നുള്ളത്. ഒന്നും കൂടെ അത് കേട്ടിട്ട് പറയാം. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടാ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വരെ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര തരികിടയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണി അങ്ങാണ്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടാ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ അപ്പൊ ഞാൻ പോയിക്കോട്ടെ എന്നെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് മറ്റേത് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികള് എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച്, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ആ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസിഡറേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂക്കിലിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കത്തില്ലേ ഇതിന്റെ വരുന്നത്. ഇല്ലില്ല, അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു, ക്വാറന്റൈനിലുള്ള. അവിടെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാന്ന്, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം, എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിയുടെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും. അതായത് ഞാൻ സ്ഥലത്ത് കാണത്തില്ലട്ടോ, ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാൻ? നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ, ഞാനിപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക്.
വന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞ നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. വാച്ച്മാൻ അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നു? ഇപ്പൊ മണി എത്ര എന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. നോക്ക്, ശ്രമിച്ചു നോക്ക്. കേട്ടല്ലോ, അയാൾ കാത്തിരിക്കുകയാണ്. നീ എന്താ വരാത്തത്, എന്താ വിളിക്കാത്തത്? ഇവിടെ സാഹചര്യം അനുസരിച്ചല്ലേ വരാൻ പറ്റുള്ളൂ. ആരുമില്ലാത്ത സമയത്തല്ലേ വരാൻ. അല്ലെങ്കിൽ ഉണ്ടാവുന്ന പുകിലെന്താണെന്ന് അറിയാലോ. അല്ലെങ്കിൽ ഈ വാച്ച്മാൻ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നും നടക്കില്ല. അതിൻ്റെ ഇടയിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ എന്ന് അശ്വതിയെ ആറ്റിങ്ങളിൽ നിന്ന് എങ്ങനെ വാ എന്ന് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു. എന്നെ പറ്റിക്കാണല്ലേ, എന്നെ വില വെക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് മുകേഷിനെ പോലെ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ നടൻ, ഫിലിം അക്കാദമി ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള ആയി പ്രവർത്തിച്ചുള്ള ഈ നടൻ എത്ര ആഭാസനാണെന്ന് ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇദ്ദേഹം 1 അല്ല 2 അല്ല ചുരുങ്ങിയതൊരു 10-15 പെൺകുട്ടികളെ ഇതുപോലെ വഴിപിഴപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ അശ്വതി മുകേഷിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേസ് കൊടുക്കുകയും ഉടനെ മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത സന്ദർഭത്തിൽ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മീഡിയ ഡോൺ ഇടപെടുകയും സെറ്റിൽമെന്റ് ചെയ്യുകയും ചെയ്തു. 50 ലക്ഷം രൂപയ്ക്കാണ് സെറ്റിൽമെന്റ് ചെയ്തത് എങ്കിലും പുറത്തു വന്നപ്പോൾ ലേറ്റസ്റ്റായി വിവരപ്രകാരം 25 ലക്ഷം രൂപയ്ക്കാണ് സെറ്റിൽമെന്റ് നടത്തിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെ പല CPM നേതാക്കന്മാർ ഉൾപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെട്ട കേസുകളെല്ലാം സെറ്റിൽമെന്റ് നടത്തി അവരെല്ലാം രക്ഷിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ആളാണ്, മീഡിയ ഡോണാണ് ഈ പറയുന്ന രാഗം രാധാകൃഷ്ണൻ. ഈ കാര്യത്തിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ അശ്വതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്തപ്പോൾ അന്ന് തന്നെ ബലാത്സംഗ കുറ്റത്തിന് കൃത്യമായി മുകേഷ് അറസ്റ്റിലാകേണ്ടായിരുന്നു. തീർച്ചയായും അന്ന് തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു. മാത്രമല്ല, ഒരു കേസിൽ പെട്ട ആൾ വീണ്ടും കേസുകൾ പെടുമ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടില്ല. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് എങ്ങനെ ജാമ്യം കൊടുത്തു എന്നുള്ളത് അത്ഭുതമാണ്. ആർക്കും തന്നെ ജാമ്യം കൊടുക്കാത്ത ഒരാളാണ് എറണാകുളം സെഷൻസ് കോടതി ബഹുമാനപ്പെട്ട ഹണിയം വർഗീസ്. എനിക്ക് പോലും എൻ്റെ കള്ളക്കേസിൽ പോലും ഹൈക്കോടതി കൂളായി എൻ്റെ കേസിൽ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞ കേസിൽ പോലും എന്നെ ജയിലിലേക്ക് അയച്ചുള്ള ജഡ്ജാണ്. പക്ഷെ മുകേഷിന് ജാമ്യം കൊടുത്തു. എന്തായാലും മുകേഷ് എന്ന് പറയുന്ന ആഭാസനെ പറ്റി നമ്മൾ ഓരോ നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ, എൻ്റെ അടുത്ത് തന്നെ ഒരു 50 പെൺകുട്ടികളുടെ ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന് പണം എവിടുന്നാണ് കിട്ടുന്നതെന്നാണ്. അഭിനയിച്ചത് വഴി പൈസ ഉണ്ട്, അല്ലാതെ വലിയ തട്ടിപ്പുകൾ നടത്തി എന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളും ക്രൈമിനുണ്ട്. അതെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തുവിടാം. കേരളത്തിലെ CPM MLA-മാരിൽ സർവശ്രേഷ്ഠനായി നിൽക്കേണ്ട O മാധവൻ്റെ മകൻ മുകേഷ്, മുൻ നാടക ആചാര്യൻ എന്നൊക്കെ പറയുന്ന O മാധവൻ്റെ മകൻ മുകേഷ് കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസന്മാരിൽ ആഭാസനാണെന്ന് ഒരു പട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു രൂപം കണ്ടാൽ പട്ടി പോലും പേടിച്ചോടും, അത്രയും വൃത്തികെട്ടവനാണെന്നുള്ള കൃത്യമായുള്ള തെളിവാണ് ഈ പറയുന്ന ഓഡിയോകളെല്ലാം, ശബ്ദ സംഭാഷണമെല്ലാം. ഇദ്ദേഹത്തെ എങ്ങനെയാണ് കൊല്ലത്തെ അവിടെയുള്ള അണികൾ, അതായത് ജനങ്ങൾ കൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല. കല്ലെടുത്ത് എറിയേണ്ട ഒരു കാലഘട്ടം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ CPM-ൻ്റെ ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനായിരുന്നെങ്കിൽ CPM-കാർ ഇദ്ദേഹത്തിൻ്റെ മുണ്ട് ഉരിഞ്ഞ് ഓട്ടിക്കുമായിരുന്നു. ഓടുതുണിയില്ലാതെ കൊല്ലം ടൗണിൽ കൂടെ ഓട്ടിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വേറൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി ടൗൺ മുഴുവൻ വളഞ്ഞ് CPM നടത്തിയിട്ടുള്ള സമരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് ഒരു പെണ്ണിൻ്റെ കൂടെ അദ്ദേഹം ഏതോ സ്ഥലത്തെ യാത്ര ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിൽ വന്ന് റൂമെടുത്ത് പോകുന്ന വഴിക്ക് ഇവർ തമ്മിൽ വേറെ യാതൊന്നും തന്നെയില്ല. 2 റൂം എടുത്തിട്ടുണ്ട്, ഒറ്റ റൂമും അല്ല. രാഷ്ട്രീയ നേതാവല്ലേ, അദ്ദേഹത്തെ വളഞ്ഞ് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി അറസ്റ്റ് ചെയ്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഒരു ആണും പെണ്ണും കൂടെ പോകാനും യാത്ര ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തർ താല്പര്യമാണ്. എന്നിട്ടും CPM-ൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ CPM-നെ കംപ്ലീറ്റ് ആളുകളെ കൊണ്ടുവന്നിട്ടാണ് മഞ്ചേരി രാജ്മോഹൻ ഉണ്ണിത്താനെ വളഞ്ഞത് എന്ന് ഓർക്കണം.
അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ വരുമ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ബലാത്സംഗത്തിന് കുറ്റം വന്നുകൊണ്ട് തെളിയിക്കണ്ടേ എന്നാണ്. ഈ ഓഡിയോ ഒക്കെ കേട്ടിട്ട് MV ഗോവിന്ദൻ എന്താണ് തോന്നുന്നത്? നമ്മുടെ P ശശി അവിടെ ഉണ്ടാവുമ്പോൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാകുമ്പോൾ ഇതൊന്നും വലിയ ഇങ്ങനെയുള്ള ആളുകൾ വേണമെന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. നമുക്കറിയാം, മുമ്പ് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യത്തിൽ നമ്മുടെ എറണാകുളത്ത് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു നേതാവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം എൻ്റെ ഫാദർലോൻ്റെ ശിഷ്യനായിരുന്നു. CPM-ൻ്റെ തല മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പള്ളിയിലെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മകളും മറ്റുള്ളവർ ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് മറുഭാഗവും തമ്മിലുള്ള യുദ്ധം അവസാനം സുപ്രീം കോടതി വിട്ടുകൊടുത്ത ഒരു നേതാവുണ്ട്. ആരാന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് ഈ പിണറായി വിജയനെ രക്ഷിച്ചൊരു കഥയുണ്ട് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യത്തിൽ. അത് പിന്നീട് ഞാനൊരു സ്റ്റോറിയായിട്ട് പറയുന്നുണ്ട്. എൻ്റെ പുസ്തകത്തിൽ വരുന്നുണ്ട് ആ കാര്യമെല്ലാം. അന്ന് നമ്മുടെ PT തോമസ് എൻ്റെ വീടുണ്ടായിരുന്നു. ഇദ്ദേഹം കൂടെ സംഭാഷണത്തിനിടയിലാണ് ഈ കാര്യം എന്നോട് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നതല്ല. ലാവ്ലിംഗ് കേസിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഓരോ അംഗവും ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാ സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം അതല്ല. ഇവരേതെങ്കിലും തട്ടിപ്പും വെട്ടിപ്പിലും ഇതുപോലുള്ള വൃത്തികേടിലും പെട്ട ആൾക്കാരാണ് നേതാക്കന്മാരായി വരേണ്ടത്, അവരുടെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ നയം. അതിന് ഏറ്റവും വലിയ തെളിവാണ് മുകേഷിനെ കൊല്ലം MLA ആയി നിലനിർത്തിയിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള MLA-മാരൊക്കെ സ്ഥിതി എന്തായിരിക്കും? കേട്ടറിഞ്ഞ പല കാര്യങ്ങളും ഞെട്ടിവിറയ്ക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.